പ്രിയ വിദ്യാർത്ഥികളെ, എൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് നൗണിനെ കുറിച്ചായിരുന്നു. ഈ നൗണിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ കോൺക്രീറ്റ് നൗണിനെ വീണ്ടും തിരിച്ചിട്ടുണ്ട്, 4ആയി തിരിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് നൗൺ എന്ന് പറയുമ്പോൾ 4ആയിട്ട് തിരിച്ചിരിക്കുന്നത് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ. കോമൺ നൗൺ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരു വർഗത്തെയോ ഒരു ഇനത്തെയോ എല്ലാത്തിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബോയ്, ഗേൾ, മൗണ്ടൻ, റിവർ. ഇനി അത് പ്രോപ്പർ നൗണിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വർഗത്തിൽ തന്നെ പെട്ട പേരുകൾ, അതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ബോയ്ക്ക് എക്സാമ്പിൾ രോഹിത്, ഗേളിന് എക്സാമ്പിൾ അലക്സാൻഡ്ര, മൗണ്ടൻ എക്സാമ്പിൾ മൗണ്ട് എവറസ്റ്റ്, റിവറിന് പെരിയാർ. അപ്പോൾ ഇതേ കോമൺ നൗണും പ്രോപ്പർ നൗണും എന്താണെന്ന് മനസ്സിലായില്ലേ? കോമൺ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോയ്, ഒരു ഗേള്, ഒരു മൗണ്ടൻ, ഒരു റിവർ. ഇതാണ് കോമൺ ആയിട്ട്. അതൊരു വർഗത്തിൽപ്പെട്ടതാണ്. ബോയ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു വർഗത്തിൽപ്പെട്ട ആൺകുട്ടി. ഗേൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പെൺകുട്ടി. മൗണ്ടൻ എന്ന് പറയുമ്പോൾ അത് പർവ്വതം. റിവർ എന്ന് പറയുമ്പോൾ എന്താണ്? പുഴ. അതൊക്കെ ഒരു വർഗത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ സമൂഹത്തിലോ ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണ്. സമൂഹത്തിലോ ഒരു വർഗത്തിൽപ്പെട്ടതാണ്, ഒരു ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതേപോലെ ഇനി സെൻറ്റൻസിൽ നമ്മളത് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ മാൻ വാസ് വാക്കിംഗ് ഓൺ ദ റോഡ്. ഒരു മനുഷ്യൻ ആ റോഡിലൂടെ നടക്കുകയായിരുന്നു. ഇതിപ്പോൾ എന്താണ്? ഇതൊരു കോമൺ നൗണാണ്. ഇനി അത് പ്രോപ്പർ നൗണിലേക്ക് കൊണ്ടുവരുമ്പോൾ രോഹിത് വാസ് വാക്കിംഗ് ഓൺ ദ റോഡ്. രോഹിത് വാസ് വാക്കിംഗ് ഓൺ ദ റോഡ്. രോഹിത് വാസ് വാക്കിംഗ് ഓൺ ദ റോഡ്. അപ്പോൾ അതെന്താണ്? അത് പ്രോപ്പർ നൗണായി. അതേപോലെ കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗണിൻ്റെ വേറൊരു പേരാണ് സോഷ്യൽ നൗൺ. കളക്റ്റീവ് നൗണിൻ്റെ വേറൊരു പേരാണ് സോഷ്യൽ നൗൺ. കളക്റ്റീവ് നൗണിൽ തന്നെ സോഷ്യൽ നൗണിൽ തന്നെയുണ്ട്. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ. അതായത് എ ക്രൗഡ് ഓഫ് പീപ്പിൾ. ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആളുകൾ. എ ടീം ഓഫ് പ്ലെയേഴ്സ്, എ ഫ്ലീറ്റ് ഓഫ് ഷീപ്സ്. എ ഫ്ലീറ്റ് ഓഫ് ഷീപ്സ് എ കളക്റ്റീവ് നൗണിന് പറയുന്നതാണ്. ഒരു കൂട്ടത്തെയോ സമൂഹത്തെയോ ആണ് സോഷ്യൽ നൗൺസിനെ പറയുന്നത്. അവ എപ്പോഴും സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുകയുള്ളൂ. അവ എപ്പോഴും എന്തായിട്ടായിരിക്കുള്ളൂ? സിംഗുലറായിട്ട്, ഏകവചനമായിട്ടാണ് ഉപയോഗിക്കുകയുള്ളൂ. അല്ലാതെ ബഹുവചനമായിട്ട്, പ്ലൂറലായിട്ട് ഒരിക്കലും ഉപയോഗിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ദ കമ്മിറ്റി ഡാഷ് ആർഗ്യൂയിങ് എമംഗ് ദംസെൽഫ്. അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കൂട്ടാലോ. അവിടെ വാസ് ഓർ വേർ ആണോ, അതോ ഹാഡ് ഓർ ഹാവ് ആണോ, കുഡ് ഓർ ഷുഡ് ആണോ, എന്താണെന്ന് നിങ്ങളത് പൂരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക, കമൻറ്റിലൂടെ പറയുക. ദ കമ്മിറ്റി ഡാഷ് ആർഗ്യൂയിങ് എമംഗ് ദംസെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അത് പൂരിപ്പിക്കുക. ഇനി ദ റെജിമെൻറ്റ് ആർ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദ റെജിമെൻറ്റ് ആർ സ്പ്രെഡ് എറൗണ്ട് ദ ഹിൽ. അതായത് പട്ടാളക്കൂട്ടം മലയ്ക്ക് ചുറ്റും, അതായത് കുന്നിന് ചുറ്റും സ്പ്രെഡായി, അതായത് പടർന്നു, അവർ ഒളിച്ച് ഇരിക്കുകയാണ് എന്നാണ് അപ്പോൾ പറയുന്നത്. റെജിമെൻ്റ് എന്ന് പറഞ്ഞാൽ പട്ടാളക്കൂട്ടമാണല്ലോ. അപ്പോൾ അതേപോലെ ഇനി കളക്റ്റീവ് നൗണുകൾ സിംഗുലറായിട്ട് ഉപയോഗിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ചിലയിടങ്ങളിൽ ചില സമയത്ത് കളക്റ്റീവ് നൗണിന് പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. അതായത് ക്യാറ്റിൽ എന്ന് പറയുന്നൊരു പ്ലൂറലാണ്. പശു, അല്ലെങ്കിൽ അതിൽ പശു പെടും, പോത്ത് പെടും, പശു, പോത്ത്, അങ്ങനെ അവയൊക്കെ, അതായത് എരുമ, അവയൊക്കെ, കാള, ഇതൊക്കെ ക്യാറ്റിൽ തന്നെ പെടണം. ജെൻട്രി എന്ന് പറയുമ്പോൾ ജെൻട്രി ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്ലൗട്രി എന്ന് പറയുമ്പോൾ കോഴി, താറാവ്, കാടമുട്ട, അങ്ങനെ പ്ലൗട്രി, അതാണ് പ്ലൗട്രി. പീപ്പിൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾ. വെർമിൻ്റെയും ജെൻഡറുടെയും അർത്ഥം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ
ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക. കളക്റ്റീവ് നൗൺ ഇത്രയുമാണ് പറഞ്ഞത്. അപ്പോൾ കളക്റ്റീവ് നൗണിന് വേറൊരു സെൻറ്റൻസ് ആക്കി ഞാൻ പറയുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പോലെ പറയുവാണെങ്കിൽ, the Lok Sabha was conducted for election. എലക്ഷന് വേണ്ടി ലോകസഭ കണ്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ വാസ് ആണ് ഉപയോഗിച്ചത്, അല്ലാതെ സിംഗുലറാണ് ഉപയോഗിച്ചത്. ഇത് ലോകസഭ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഗ്രൂപ്പാണ്, ഒരു സമൂഹമാണ്. ലോകസഭ വാസ് കണ്ടക്റ്റഡ് ഫോർ എലക്ഷന് വേണ്ടി ലോകസഭ കണ്ടക്റ്റഡ് ചെയ്തു. അല്ലെങ്കിൽ there was a strike conducted in the road. സ്ട്രൈക്ക് വാസ് കണ്ടക്റ്റഡ് ഇൻ ദ റോഡിൽ സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്തു. അവിടെ ഒരു കൂട്ടമായിട്ടുള്ള ഒരാൾക്കാരല്ലേ വരുന്നത്, അതാണ്. ഇനി മെറ്റീരിയൽ നൗൺ എന്നുണ്ട്. മെറ്റീരിയൽ നൗണിൻ്റെ വേറൊരു പേരാണ് ലിക്വിഡ് നൗൺ. ലിക്വിഡ് നൗൺ എന്നും പറയുന്നുണ്ട്, മെറ്റീരിയൽ നൗൺ എന്നും പറയുന്നുണ്ട്. മെറ്റീരിയൽ നൗൺ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൽ നിന്നോ അതായത് ഒരു തിങ്ങിൽ നിന്നോ ഒരു സബ്സ്റ്റൻസിൽ നിന്നോ വരുന്നതാണ് മെറ്റീരിയൽ നൗൺ. ക്ലേ, കോട്ടൺ, ഗോൾഡ്, വൂൾ, അയൺ എക്സെട്ര ഇതൊക്കെ ഒരു മെറ്റീരിയൽ നൗണാണ്. ദ വിൻഡോ ഹാസ് ഗ്ലാസ് പ്ലെയിൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വിൻഡോ ഹാസ് ഗ്ലാസ് പ്ലെയിൻസ്. വിൻഡോയ്ക്ക് ഗ്ലാസ് പ്ലെയിൻസ് ഉണ്ട്. അതായത് ജനാല മേഡപ്പ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് പ്ലെയിൻസ് കൊണ്ടാണ്, അതായത് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് പ്ലെയിൻസ് കൊണ്ടാണ്. അവിടെ ഒരു മെറ്റീരിയൽ നൗണാണ്. കോമൺ നൗണായിട്ട് ഉപയോഗിക്കുമ്പോഴോ ഞാൻ പറഞ്ഞു കോമൺ നൗണിൻ്റെ ഒരു വർഗത്തെ ഇനത്തിയെന്ന്. ഷീ ഗേവ് മീ 2 ഗ്ലാസ് ഓഫ് ലൈം ജ്യൂസ്. എനിക്ക് ലൈം ജ്യൂസ് 2 ഗ്ലാസ് തന്നു. അവിടെ ഷീ ഗേവ് മീ 2 glasses of ലൈം ജ്യൂസ്. ES അവിടെ ഉപയോഗിച്ചു. ഇത് ഗ്ലാസ് പെയിൻസ്, അതായത് ഗ്ലാസ് പെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഷീ ഗേവ് മീ 2 glasses ഓഫ് വാട്ടർ. ES അവിടെ ഉപയോഗിച്ചു. ES എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലൂറലാണ്. ES എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പോൾ ആ 2 സെൻറ്റൻസ്, അപ്പോൾ ആ സെൻറ്റൻസ് എഴുതിയേക്കണത് ഞാൻ കാണിച്ചു തരാം. നോക്കാം, വ്യക്തമായിട്ട് കാണുവാണെങ്കിൽ ദ വിൻഡോ ഹാസ് ഗ്ലാസ് പെയിൻസ് ഉണ്ടെന്നാണ് മെറ്റീരിയൽ നൗണിൽ പറയുന്നത്. ഷീ ഗേവ് മീ 2 glasses ഓഫ് ലൈം ജ്യൂസ് എനിക്ക് 2 glasses തന്നു. അവിടെ ES ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയാണ് നൗൺ പാർട്ട് ഇതോടുകൂടി തീരുകയാണ്.